നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ ഇടതുമുന്നണിയുടെ CPMന്റെ അടിത്തറ ഇളകുകയാണ്. സാധാരണയായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ തുടരുന്നതാണ് പതിവ്. എന്നാൽ വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ അപ്രതീക്ഷിത രാജി ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാറ്റം, പ്രൈവറ്റ് സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും സ്ഥാനമൊഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ ചർച്ചയാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിലെ 3 പേർ സ്ഥാനമൊഴിഞ്ഞു. പ്രൈവറ്റ് സെക്രട്ടറി പ്രദീപ് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമാണ് സ്ഥാനമൊഴിഞ്ഞത്. ഇവരെ കൂടാതെ പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷും സ്ഥാനമൊഴിഞ്ഞിട്ടുണ്ട്. കാലാവധി പൂർത്തിയാക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കെയാണ് മൂവരും സ്ഥാനമൊഴിഞ്ഞത്. മാർച്ച് 17-നാണ് ഇവർ സ്ഥാനമൊഴിയുന്നതിനായി അപേക്ഷ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ തുടരുന്നതാണ് പതിവ്. എന്നാൽ വോട്ടെടുപ്പിന് തൊട്ടു മുൻപുള്ള ഈ അപ്രതീക്ഷിത രാജിയുടെ കാരണം വ്യക്തമല്ല. വ്യക്തിപരമായ കാരണങ്ങളാലാണോ അതോ പാർട്ടി നിർദ്ദേശപ്രകാരമാണോ ഈ മാറ്റമെന്ന കാര്യത്തിലും ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിട്ടില്ല. മുസ്ലിം ലീഗിൽ എത്തിയതിന് പിന്നാലെ കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച് കാരാട്ട് റസാക്കും. കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലുള്ള കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് കാരാട്ട് റസാക്ക് വാർത്താക്കുറിപ്പിലൂടെയാണ് സ്ഥാനം രാജിവെച്ച വിവരം അറിയിക്കുന്നത്. CPM ബന്ധം വിട്ട മുസ്ലിം ലീഗിൽ അംഗത്വം സ്വീകരിക്കാൻ പാണക്കാട്ടെത്തിയപ്പോൾ തന്നെ മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് അറിയിച്ചിരുന്നു. LDFന്റെ പ്രചാരണ ബോർഡിലെ മുഖ്യമന്ത്രിയുടെ മുഖം കീറിയെടുത്തു. പിന്നിൽ BJP എന്ന CPM ബേക്കൽ പോലീസ് കേസെടുത്തു. ബിഷപ്പിനെ നികൃഷ്ട ജീവിയെന്ന് വിളിച്ചു. വെളുത്ത സുമുഖനായ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ G സുധാകരനും ആഞ്ഞടിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും വിമർശനവുമായി CPM വിട്ട G സുധാകരൻ മുഖ്യമന്ത്രി എനിക്ക് ചെറ്റ എന്ന് പേരിട്ടു. ഇങ്ങനെയുള്ള ആളുകൾ അധികാരത്തിൽ തുടരണോ? ഇക്കാര്യം ജനം ചിന്തിക്കണം. ഭരണഘടനാ സംരക്ഷകനാണ് മുഖ്യമന്ത്രി എന്നും കേസിന് പോയാൽ പ്രശ്നമാണെന്നും G സുധാകരൻ പറഞ്ഞു. ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് മുഖ്യമന്ത്രി വിളിച്ചു. വെളുത്ത സുമുഖനായ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. എത്ര പേരെയാണ് പാർട്ടിക്ക് എതിരാക്കുന്നത്? കോൺഗ്രസുകാർക്ക് ആളെ കൂട്ടിത്തരുന്നുണ്ട്. കോൺഗ്രസിൽ ആള് കൂട്ടുന്നത് നല്ല പ്രവൃത്തി കൊണ്ട് മാത്രമാണ്. SFIയിലും DYFIയിലും നല്ല നേതാക്കളില്ല. പണ്ടൊക്കെ നേതൃനിര കണ്ട് KSCക്കാർ അസൂയപ്പെട്ടിരുന്നു. നാലാളറിയുന്ന ആരും ഇന്ന് DYFIയിലില്ല. ഏരിയ സെക്രട്ടറി കള്ളുഷാപ്പിലിരുന്ന് G സുധാകരന്റെ തന്തയ്ക്ക് വിളിക്കുന്നു. പാർട്ടിക്കാർ കള്ളുഷാപ്പിലിരുന്ന് ഫേസ്ബുക്കിൽ തനിക്കെതിരെ പോസ്റ്റ് ഇടുന്നു. ഭാവിയിൽ ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ ആളില്ലാതെ വരുമെന്നും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ നാടിന് ആവശ്യമാണെന്നും G സുധാകരൻ പറഞ്ഞു. അതേസമയം G സുധാകരനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെറ്റത്തരം പ്രയോഗത്തെ ന്യായീകരിച്ച് മുൻ മന്ത്രിയും CPM നേതാവുമായ AK ബാലൻ. G സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമെന്ന മുഖ്യമന്ത്രിയുടെ പ്രയോഗം ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്നാണ് ബാലന്റെ വാദം. മുഖ്യമന്ത്രി G സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല, ചെറ്റത്തരമെന്നാണ് പറഞ്ഞതെന്നാണ് ബാലന്റെ ന്യായീകരണം. വഞ്ചന നിറഞ്ഞ സമീപനം G സുധാകരൻ സ്വീകരിച്ചപ്പോൾ ഉചിതമായ വാക്ക് മുഖ്യമന്ത്രി ഉപയോഗിച്ചു. G സുധാകരൻ അധപതിച്ചു പോയതിൽ വിഷമമുണ്ടെന്നും കോൺഗ്രസിൽ ചേർന്നതുകൊണ്ടാണ് G സുധാകരൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റായി പ്രതിപക്ഷ നേതാവിന് തോന്നിയതെന്നും ബാലൻ പറഞ്ഞു. ചെറ്റത്തരം എന്ന വാക്കിന് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിൽ അർത്ഥമായി പറയുന്നത് അല്പത്തം, ഹീനത എന്നിങ്ങനെയാണ്. അല്പത്തം നിറഞ്ഞ പെരുമാറ്റമായി പോയി G സുധാകരന്റേത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും ബാലൻ വിശദീകരിച്ചു. കോൺഗ്രസിന്റെ സഹായത്തോടെ സുധാകരൻ വോട്ട് പിടിക്കാൻ എങ്ങനെ കഴിയുന്നുവെന്നും ബാലൻ ചോദിച്ചു. പാർട്ടി വിട്ട് അമ്പലപ്പുഴയിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന മുൻമന്ത്രി G സുധാകരനെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് ചെറ്റത്തരം പ്രയോഗം മുഖ്യമന്ത്രി നടത്തിയത്. G സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണെന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്. സുധാകരനെ കുറിച്ച് പറയാൻ മറ്റൊരു വാക്കില്ലെന്നും പിണറായി ആവർത്തിച്ചു. ഇതോടെ മറുപടിയുമായി G സുധാകരനും രംഗത്ത് വരികയായിരുന്നു. ചെറ്റ എന്ന വിളിയിൽ അഭിമാനം കൊള്ളുന്നുവെന്നും ചെറ്റ എന്നത് അടിസ്ഥാന വർഗത്തിന്റെ പുരയാണെന്നും ചെറ്റപ്പുരയും ചെറ്റക്കുടലും പാവപ്പെട്ടവന്റെ വീടാണെന്നും ചെറ്റ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് ചെറ്റപ്പുരകളെയാണെന്നും 18 വയസ്സുവരെ താൻ ജീവിച്ചത് ചെറ്റപ്പുരയിലാണെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ സുധാകരൻ വീണ്ടും വിമർശനം കടുപ്പിച്ചത്. കാസർഗോഡ് മൈലാട്ടിയിൽ ദേശീയപാതയ്ക്കരികിൽ സ്ഥാപിച്ച LDFന്റെ പ്രചാരണ ബോർഡ് നശിപ്പിച്ചതായി പരാതി. പ്രചാരണ ബോർഡിൽ മുഖ്യമന്ത്രിയുടെ മുഖം കീറിയെടുത്തു. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രചാരണ ബോർഡാണ് നശിപ്പിച്ചത്. CPM പനയ ലോക്കൽ സെക്രട്ടറി O നാരായണൻ നൽകിയ പരാതിയിൽ ബേക്കൽ പോലീസ് കേസെടുത്തു. BJP പ്രവർത്തകർ പ്രചാരണ ബോർഡ് നശിപ്പിച്ചുവെന്നാണ് പരാതി. ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതിനും സ്വത്തുവകകൾ നശിപ്പിച്ച് നഷ്ടമുണ്ടാക്കിയതിനും കേസെടുത്തു. 35,000 രൂപയുടെ നഷ്ടമുണ്ടായതായി FIRൽ പറയുന്നു. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലേബർ ക്യാമ്പിന് സമീപത്തുള്ള ഭീമൻ ബോർഡാണ് കീറിയത്. ലൈഫ് മിഷൻ മുതൽ വീണ വിജയൻ വരെ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് വേഗത കുറയുന്നുവെന്ന് ചോദ്യമുയർത്തി പ്രതിപക്ഷം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മന്ദഗതിയിലാണെന്ന പ്രതിപക്ഷ ആരോപണം. ലൈഫ് മിഷൻ, വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ കേസുകളിൽ പുരോഗതിയില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുമ്പോൾ
നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കുകയാണെന്ന് ഭരണപക്ഷം വാദിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിന്റെ വേഗതയെക്കുറിച്ച് കേരളത്തിൽ പുതിയ ചോദ്യങ്ങൾ ഉയരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമാക്കി. അന്വേഷണങ്ങളിൽ കാര്യമായ പുരോഗതിയില്ലെന്നാണ് പ്രധാന ആരോപണം. 2023 ലൈഫ് മിഷൻ കേസിൽ എൻഫോഴ്സ്മെന്റ് നടപടികളും നോട്ടീസ് അയക്കലും നടന്നിരുന്നു. എന്നാൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ പരാമർശിക്കപ്പെട്ട വ്യക്തികൾക്കെതിരെയുള്ള നടപടികളിൽ പിന്നീട് പുരോഗതിയൊന്നും ഉണ്ടായില്ല. അതുപോലെ വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന പരിശോധനകളിലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കാര്യമായ അപ്ഡേറ്റുകളൊന്നുമില്ല. ലൈഫ് മിഷൻ കേസിൽ 2023 ED നടപടികളും നോട്ടീസ് അയക്കലും നടന്നിരുന്നുവെങ്കിലും അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ പരാമർശിക്കപ്പെട്ട വ്യക്തികൾക്കെതിരെയുള്ള നടപടികളിൽ പിന്നീട് പരസ്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന പരിശോധനകളിലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കാര്യമായ അപ്ഡേറ്റുകളൊന്നുമില്ല. കേന്ദ്ര ഏജൻസികൾ എല്ലാ കേസുകളിലും ഒരേ മാനദണ്ഡമാണോ പിന്തുടരുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ചോദിക്കുന്നത്. ഉന്നത തലത്തിലുള്ള കേസുകളിലെ കാലതാമസവും വിവരങ്ങൾ പുറത്തുവിടാത്തതും സുതാര്യതയെയും ഉത്തരവാദിത്വത്തെയും കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുവെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ ഭരണകക്ഷിയായ ഇടതുമുന്നണി ഈ ആരോപണങ്ങൾ തള്ളുകയാണ്. നിയമപരമായ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് അന്വേഷണങ്ങൾ നടക്കുന്നതെന്നാണ് നിലപാട്. വിവരങ്ങൾ പുറത്തുവിടാത്തത് അന്വേഷണം നടക്കുന്നില്ല എന്നതിന് തെളിവല്ലെന്ന് സർക്കാർ വൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിലും ഈ വിഷയം സംസ്ഥാനത്തെ രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയൊരു മാനം നൽകിയിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തന രീതി, കേസുകൾ തിരഞ്ഞെടുക്കുന്നതിലെ വിവേചനം, ഭരണകൂടത്തിന്റെ വിശ്വാസ്യത തുടങ്ങിയ വിഷയങ്ങളിലേക്ക് ഈ സംവാദം തിരഞ്ഞെടുപ്പ് സമയത്ത് വാതിൽ തുറന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ആളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി. CMA ഒരു ചോദ്യമെന്ന് പറഞ്ഞ ആളോടാണ് മുഖ്യമന്ത്രിയുടെ ഈ വിധത്തിലുള്ള പ്രതികരണം. കോന്നി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു സംഭവം. അടിസ്ഥാന സൗകര്യ വികസനങ്ങളെക്കുറിച്ചായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ തുടർച്ചയായി 2ാം തവണയാണ് മുഖ്യമന്ത്രി വാവിട്ട് സംസാരിക്കുന്നത്. നേരത്തെ അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി G. സുധാകരന്റെ നിലപാടിനെ ചെറ്റത്തരമെന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇതാ വീട്ടിൽ പോയി ചോദിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിരിക്കുകയാണ്. CPM ഭരണത്തിലുള്ള അടൂർ സഹകരണ ബാങ്കിൽ വൻ ക്രമക്കേട്, അഴിമതിക്ക് കൂട്ടുനിൽക്കാനാകാത്തതിനാൽ രാജിവെച്ച് പ്രസിഡന്റ് എന്ന വാർത്തകൾ. പത്തനംതിട്ടയിൽ CPM ഭരിക്കുന്ന ബാങ്കിലെ വൻ ക്രമക്കേടുകൾ തുറന്നു പറഞ്ഞ മുതിർന്ന CPM നേതാവിന്റെ ഭാര്യ രംഗത്ത് വന്നു. മുൻ MLA മുതിർന്ന നേതാവുമായ R. ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യയുടേതാണ് വെളിപ്പെടുത്തൽ. CPM ഭരിക്കുന്ന അടൂർ സഹകരണ ബാങ്കിനെതിരെയാണ് ആരോപണം. വൻ ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയാത്തതിനാൽ CPM ഭരണത്തിലുള്ള അടൂർ സർവീസ് സഹകരണ ബാങ്കിലെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. മഹിളാ അസോസിയേഷൻ നേതാവ് കൂടിയാണ് പൊൻതാമര. 75 ലക്ഷം രൂപയുടെ ക്രമക്കേടുകളാണ് ബാങ്കിൽ കണ്ടെത്തിയത്. ബാങ്കിന് ചെയ്യാൻ കഴിയാത്തതായ ലോണുകൾ മുൻ പ്രസിഡന്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഉൾപ്പെടെയുള്ളവർ ചെയ്തതായി കണ്ടെത്തി. 15 കേസുകൾ അനധികൃതമായി നടന്നതാണ്. പ്രമാണം ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തി. പിന്നീട് ഈ കേസുകൾ താൻ ഫണ്ട് കണ്ടെത്തി ഫയൽ ചെയ്തുവെന്നും പൊൻതാമര പറഞ്ഞു. പ്രസിഡന്റായി ചാർജ് എടുത്തപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ആത്മാർത്ഥത കൂടിയാണ് പ്രവർത്തിച്ചത്. 100% വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചു. മുൻ പ്രസിഡന്റിന്റെ കാലത്തെ കുടിശ്ശികളൊന്നും പിരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെ തന്റെ നേരെ അവിശ്വാസം കൊണ്ടുവന്നു. ഇതേ തുടർന്നാണ് രാജിവെച്ചതെന്നും അവർ പറഞ്ഞു. വിവരം പാർട്ടി അറിയിക്കും. പാർട്ടി മെമ്പർമാരാണ് പാർട്ടി അറിയാതെ തനിക്ക് നേരെ അവിശ്വാസം കൊണ്ടുവന്നതെന്നും പൊൻതാമരപിള്ള വ്യക്തമാക്കി. ജീവനക്കാരും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും തന്നെ ഉപദ്രവിക്കുന്നത് CPM പ്രാദേശിക നേതാക്കളാണെന്നും അവർ പറഞ്ഞു. പൊൻതാമരപിള്ളയെ വാർത്താ സമ്മേളനത്തിന് എത്തിച്ചത് ഭർത്താവ് ഉണ്ണികൃഷ്ണപിള്ള തന്നെയാണ്.